മുൻ വ്യോമസേനാ മേധാവി RKS ബദൗരിയ BJPയിൽ ചേർന്നു. ഡൽഹി BJP ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. YSR കോൺഗ്രസ് നേതാവും തിരുപ്പതി MLAയുമായ വരപ്രസാദ് റാവുവും BJPയിൽ ചേർന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. അതിനിടെ ബീഹാറിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ JDU പ്രഖ്യാപിച്ചു. ഇവരുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, കൂടുതൽ നേതാക്കൾ അപ്പം മറ്റ് മേഖലകളിലെ സമൃദ്ധരായ വ്യക്തിത്വങ്ങളടക്കം BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, BJPയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം BJPയുടെ അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക, 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കാൻ സാധ്യതയും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒപ്പം സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്നവരുമായ നിരവധി പേർ BJPയിൽ അംഗത്വം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഓരോ ദിവസവും ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻ വ്യോമസേനാ മേധാവിയായിട്ടുള്ള RKS ബദൗരിയ BJPയിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തു. അദ്ദേഹം 23ാമത് എയർ ചീഫായിരുന്നു. 2019 സെപ്റ്റംബർ മാസം മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഭാരതത്തിൻ്റെ വ്യോമസേനയെ നയിച്ചത് RKS ബദൗരിയാണ്. ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശിയാണ് അദ്ദേഹം. ഇന്ന് BJP ആസ്ഥാനത്തെത്തിയ RKS ബദൗരിയയെ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയും ചേർന്നാണ് സ്വീകരിച്ചത്. ദേശീയ തലത്തിൽ മികച്ച രീതിയിലുള്ള ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും രാജ്യം കൂടുതൽ കരുത്തുറ്റ രീതിയിലാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നതെന്നും ഈ പശ്ചാത്തലത്തിൽ BJPക്കൊപ്പം ചേർന്നാകും തൻ്റെ ഇനിയുള്ള യാത്ര എന്നാണ് RKS ബദൗരിയ വ്യക്തമാക്കിയത്. ഒപ്പം വരപ്രസാദ് റാവുവും ഇന്നിപ്പോൾ BJPയിൽ ചേർന്ന പ്രമുഖരിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം YSR കോൺഗ്രസിൻ്റെ ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലിരിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡി നേതൃത്വം നൽകുന്ന YSR കോൺഗ്രസിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ് വരപ്രസാദ് റാവു. നിലവിൽ തിരുപ്പതി MLA ആണ്. തിരുപ്പതി ബാലാജി ക്ഷേത്രമൊക്കെ ഇരിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രതിനിധീകരിക്കുന്ന MLA കൂടിയാണ് വരപ്രസാദ് റാവു. ഇദ്ദേഹം ഇന്ന് BJP ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് വരപ്രസാദ് റാവു BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കും. ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. ഒരുപക്ഷെ ഇന്ന് തന്നെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ 4 സ്ഥാനാർത്ഥികളെ കൂടി BJP ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. നിലവിൽ NDA 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ 12 BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് BDJS മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ BDJS തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇനിയും ശേഷിക്കുന്നത് കൊല്ലം, എറണാകുളം, വയനാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ്. അതൊരു പക്ഷേ ഇന്നോ നാളെയോ ആയി അതുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റ് BJPയുടെ ദേശീയ നേതൃത്വം പുറത്തിറക്കും. അതിനിടെ ജനതാദൾ യുണൈറ്റഡ് ബീഹാറിൽ ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. NDAയിലെ ധാരണ പ്രകാരം ബീഹാറിലെ 40 ലോക്സഭാ മണ്ഡലങ്ങളിൽ 16 നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്നത്. ആ 16 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നിപ്പോൾ JDU പ്രഖ്യാപിച്ചത്. KP ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് ചേരുന്നു. അത് പ്രതിപക്ഷ നിരയിൽ നിന്നടക്കം മുതിർന്ന നേതാക്കളടക്കം BJPയിലേക്ക് ചേരുന്നു, ഇന്ത്യയിലേക്ക് ചേരുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റ് എന്നുള്ള ആ ഒരു സംഖ്യ, അതിലേക്ക് എത്താനുള്ള വലിയൊരു ആത്മവിശ്വാസത്തിന് മുതൽക്കൂട്ടാവുകയുമാണ്. ഒപ്പം BJP മുന്നോട്ട് വയ്ക്കുന്ന, ഇന്ത്യയെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപ്രിയ നയങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണ്. ഒപ്പം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം അസ്വസ്ഥമാക്കുകയാണ്, ശിഥിലമാക്കുകയാണ്? KP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2019-ലും ധാരാളം ആളുകൾ BJPയിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. 2024-ലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദി ഭരണം നമ്മുടെ രാജ്യത്ത് 10 വർഷം തികയുകയാണ്. വലിയ മാറ്റങ്ങൾ രാജ്യത്തെങ്ങും കാണാൻ സാധിക്കുന്നു. അത് വികസന രംഗത്ത് മാത്രമല്ല, സാമൂഹികമായും രാഷ്ട്രീയമായൊക്കെ ഭാരതം വലിയ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട 10 വർഷമാണ് കടന്നുപോയത്. സ്വാഭാവികമായും ലോകത്തിലെ തന്നെ ഒരു വലിയ ശക്തിയായി ഈ രാഷ്ട്രത്തെ മാറ്റുന്ന പ്രധാനമന്ത്രിക്ക് വൻ സ്വീകാര്യത ഭാരതത്തിലെമ്പാടുമുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. അതിനാൽ തന്നെ BJPയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം
ദിനം പ്രതി കൂടുകയാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്നവരും ഒപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് ആളുകൾ എത്തുന്നു. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്നൊക്കെ ധാരാളം നേതാക്കൾ ഇതിനകം തന്നെ BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കാലത്ത് തന്നെ കേരളത്തിൽ പത്മജ വേണുഗോപാലാണെങ്കിലും അതോടൊപ്പം തന്നെ അനിൽ ആന്റണി ആണെങ്കിലും ഇവരെല്ലാം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. ദേശീയ തലത്തിലേക്ക് നോക്കിയാൽ ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം BJP ആയി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അടുത്ത നേതൃത്വമില്ലാത്ത സാഹചര്യം പോലും വിവിധ സംസ്ഥാനങ്ങളിൽ രൂപപ്പെടുകയാണ്. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത് NDA 400 കടക്കുമെന്നുള്ളതാണ്. രാജ്യത്ത് ഒരു ഭരണമാറ്റത്തെപ്പറ്റി ഒരു സർവേകളും വിരൽ ചൂണ്ടുന്നില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA 400 കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്താകുമെന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഔദ്യോഗിക പ്രതിപക്ഷം പോലും ലോക്സഭയിലാകാൻ കഴിയാത്ത പശ്ചാത്തലമാണ് ഉണ്ടായത്. 2014 കേവലം 44 സീറ്റും 2019 കേവലം 52 സീറ്റും മാത്രം നേടിയ കോൺഗ്രസിന് ലോക്സഭയിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷം പോലും ആകാൻ പറ്റിയില്ല. കാരണം 55 സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരു പാർട്ടിക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് നിയമം. അപ്പോൾ അത്രത്തോളം ദയനീയമായ പെർഫോമൻസാണ് 2 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത്. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രാജ്യത്തൊട്ടാകെ മോദി പ്രഭാവം അത് വലിയ തോതിൽ അലയടിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? 25 സീറ്റിന് മുകളിലേക്കെങ്കിലും കോൺഗ്രസിന് നേടാനാകുമോ എന്ന ചോദ്യം ഉയരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അത് തീർത്തും അപ്രസക്തമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. CPM-ന് കഴിഞ്ഞ ലോക്സഭയിൽ ആകെ 3 സീറ്റുകളാണുള്ളത്. അത് 2 DMK-യുടെ കനിവിൽ തമിഴ്നാട്ടിൽ നിന്നും വിജയിച്ച 2 സീറ്റുകളാണ്. കേരളത്തിൽ നിന്നും AM ആരിഫ് ആലപ്പുഴയിൽ വിജയിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കി സീറ്റുകൾ മുഴുവൻ പരാജയപ്പെട്ടു. അവർക്ക് കിട്ടിയ വോട്ട് ശതമാനം തന്നെ 1.75% മാത്രമാണ്. 2% വോട്ട് പോലും CPM-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നില്ല. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിന് തുടർഭരണം എന്നത് ഉറപ്പാണ്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്താകും? ഒരു മാന്യമായ സീറ്റെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ലോക്സഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം മാത്രമാണ് ഉയരുന്നത്. KP. യെസ്, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.